ശ്രീ അസ്കർ, അതാണ് ഒരു പ്രധാന ആരോപണമായി വരുന്നത്. ഈ UDF ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായി ഈ ബോംബ് എന്തിനാണ് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ് ഇതിന് സാമ്പത്തികമായി, ഇപ്പോൾ ശ്രീ ആസഫ് അലി ചൂണ്ടിക്കാണിച്ചതുപോലെ ആരാണ് ഇതിന് പണം നൽകിയത് എന്ന ചോദ്യം അവിടെ വിപുലമായുണ്ട്. ആരാണ് ഇതിന് പരിശീലനം നൽകുന്നത് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ആ ഒരു ചെറിയ അന്വേഷണമായി അതങ്ങനെ കൊണ്ടുപോയി ചെറിയ സംഭവമാക്കി അതിനെ ഒതുക്കി കാണുന്നു. മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ്. ശ്രീ അസ്കർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന്? നമുക്കിതിലെ ഒരു വിപുലമായ ക്യാൻവാസിൽ തന്നെ ഇത് പരിശോധിക്കപ്പെടണം എന്നുള്ളൊരു സംശയമില്ല. അക്രമ രാഷ്ട്രീയം എല്ലാ കാലത്തും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. വരുന്ന തലമുറയെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടി അക്രമ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് അനിവാര്യത തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും അതെങ്ങനെ ചെയ്യാൻ കഴിയും? അത് ഓരോ പൊതുപ്രവർത്തകരും എടുക്കേണ്ട തീരുമാനമാണ്. UDF അങ്ങനെ ഇപ്പോ സമാധാനത്തിന്റെ വെള്ളരി പ്രാവാണെന്നും കോൺഗ്രസ് ഞങ്ങൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാവാണെന്നും ഒന്നും കണ്ണൂരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. UDF പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും എത്ര ബോംബ് കേസുകളിലാണ് കണ്ണൂരിൽ പ്രതികളായിട്ടുള്ളത്? എത്ര കൊലപാതക കേസുകളിൽ കണ്ണൂരിൽ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിത്യവും കണ്ണൂരിൽ നടന്നിട്ടുള്ളതാണ്. അത് സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അപ്പോ അതിൽ ആരും അങ്ങനെ കൈകഴുകി രക്ഷപ്പെടാൻ നോക്കണ്ട. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും സ്വാഭാവികമായി പ്രതിരോധിച്ചിട്ടുണ്ടാവാം. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി ചിലപ്പോ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ബോംബ് എറിയുകയും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ആ സ്ഥിതി എന്ന് പറയുന്നത് CPM-നുള്ളിൽ പോലും വളരെ ആഭ്യന്തരമായി ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അക്രമ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്.